വിജ്ഞാനവർദ്ധിനി സഭയുടെ പുതിയ സംരംഭമായ വിജ്ഞാനവർദ്ധിനി സഭ സ്പോർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. വൈപ്പിൻ നിയോജകമണ്ഡലം MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അക്കാദമിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും MLA KN ഉണ്ണികൃഷ്ണൻ വാഗ്ദാനം ചെയ്തു. വൈപ്പിൻകരയിലെ കുട്ടികൾക്ക് എല്ലാ കായിക വിഷയങ്ങളും പ്രൊഫഷണൽ കോച്ചിങ് കൊടുക്കുക എന്നതാണ് അക്കാദമിയുടെ ലക്ഷ്യം എന്ന് വിജ്ഞാനവർദ്ധിനി സഭ പ്രസിഡന്റ് KK പരമേശ്വരൻ പ്രസ്താവിച്ചു. നാഷണൽ പ്ലേയേഴ്സായ ഗിരീഷ് VV, സിന്ധു ജയൻ, രാജൻ എന്നിവർ വോളിബോൾ കോച്ചിങ്ങിന് നേതൃത്വം നൽകും. എറണാകുളം ജില്ലയിലെ മികച്ച പ്രൊഫഷണൽ ക്രിക്കറ്റ് ക്ലബ്ബുകളിൽ ഒന്നായ YCCയുമായി സഹകരിച്ചാണ് ക്രിക്കറ്റ് കോച്ചിങ് നടത്തുന്നത്. പ്ലെയർ സുനിൽ, സുജിത്, ഷാരോൺ എന്നിവർ ക്രിക്കറ്റ് കോച്ചിങ്ങിന് നേതൃത്വം നൽകും. അവാർഡ് ജേതാവ് ഷൈജ കരാട്ടെ കോച്ചിങ്ങിന് നേതൃത്വം നൽകും. കൂടാതെ ഫുട്ബോൾ, ബാഡ്മിന്റൺ, സ്വിമ്മിംഗ് എന്നിവയ്ക്കും കോച്ചിങ് നൽകുന്നുണ്ട്. പങ്കെടുക്കുന്നവർക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് KK പരമേശ്വരൻ അധ്യക്ഷനായ യോഗത്തിൽ കമ്മിറ്റി അംഗം OS അഭിലാഷ് സ്വാഗതം ആശംസിച്ചു. MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പോർട്സ് കൗൺസിലുമായുള്ള അസോസിയേഷനെക്കുറിച്ചും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെയും യുവാക്കളെയും പിന്തിരിപ്പിക്കുവാനുള്ള ഏകമാർഗം കായികമാണെന്നും വിജ്ഞാനവർദ്ധിനി സഭയുടെ ഈ ഒരു ചുവടുവെപ്പ് വൈപ്പിൻകരയ്ക്ക് ഒട്ടേറെ ഗുണങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. കോച്ച് സുനിൽ, വിനോദ്, ഡിവൈൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KB നിതിൻ കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി യോഗം അവസാനിച്ചു. ഇന്ന് ഈ ഒരു സ്പോർട്സ് അക്കാദമിയുമായി ഒരു പുതിയ സംരംഭത്തിന്റെ പേര് മുന്നോട്ട് വന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം, മുൻപ് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കോമ്പൗണ്ടിലും മറ്റുമായി വോളിബോൾ കോച്ചിങ്, അതുപോലെ മറ്റു ചെറിയ ചെറിയ കായിക വിനോദങ്ങളൊക്കെ നമ്മൾ കോച്ചിങ് കൊടുത്തിരുന്നു. ഇവിടെ ഒരു വോളിബോൾ ക്ലബ് ഉണ്ടായിരുന്നു. കാലക്രമേണ അത് ഒരു നോട്ടക്കുറവ് മൂലം അത് സൃഷ്ടിച്ചില്ലാതായി പോയി. എങ്കിലും വീണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലഹരി മാഫിയ നമ്മുടെ കുഞ്ഞുങ്ങളെ മുറുകെ പിടിക്കുന്ന സമയത്ത് നമ്മൾ അവരെ കരം ചേർത്ത് പിടിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായതുകൊണ്ട് വിജ്ഞാനവർദ്ധിനി സഭ തീരുമാനമെടുത്ത് നമുക്ക് വീണ്ടും വോളിബോൾ കോച്ചിങ്, ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കായികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഫിറ്റ്നസ് എല്ലാ ദിവസവും കൊടുക്കുന്ന ഒരു ക്യാമ്പ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്നതായിരുന്നു ആദ്യത്തെ ഒരു ആശയം. എന്നാൽ ഇതും പിന്നീട് നിന്നുപോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് അതൊരു അക്കാദമി രൂപത്തിലാക്കി പിന്നീട് ഒരു അക്കാദമി ഫോം ചെയ്ത് നമ്മൾ ആ ഒരു രീതിയിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട നിലയിൽ കാണുന്നതും അദ്ദേഹവുമായി സംസാരിക്കുന്നതും അദ്ദേഹം അപ്പോൾ അത് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തിനായി അദ്ദേഹം നേരിട്ട് വിളിച്ച് റെക്കമെൻഡ് ചെയ്യുകയും ബഹുമാനപ്പെട്ട സ്നേഹിതനങ്ങളെ ഇപ്പോഴത്തെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായി സംസാരിക്കുകയും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഈ ഒരു സുദിനത്തിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മുടെ വിജ്ഞാനവർദ്ധിനി സഭ സ്പോർട്സ് അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, വിജ്ഞാനവർദ്ധിനി സഭയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സ്പോർട്സ് അക്കാദമി നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി വളരെ സന്തോഷപൂർവ്വം ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഈ അക്കാദമിയുടെ കീഴിൽ ക്രിക്കറ്റും, വോളിബോൾ, ഫുട്ബോളും, ബാഡ്മിൻ്റനും, കരാട്ടയും, നീന്തലും ഇത്രയും കാര്യങ്ങൾക്ക് പരിശീലനം നൽകുന്ന അവധിക്കാല ബാച്ചുകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ സമാധാനത്തിന് മാത്രമാണ്
നമ്മൾ ഈ തവണ രണ്ടാമത്തെ മാരത്തോണാണ് നടത്തിയത്. അതിൽ ആദ്യ അവസാനം നമ്മുടെ പ്രിയപ്പെട്ട വൈദ്യനല്ലേ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറ് ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളുടെ ക്ലബിനുള്ള നന്ദി ആദ്യം പ്രകാശിപ്പിക്കുകയാണ്. കാരണം ഒന്നാമതൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല. കൂടാതെ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു വേദി ഒരുക്കി തന്നത് ടീച്ചറെയാണ്. കാരണം പുറത്തുനിന്നുള്ള കായികതാരങ്ങൾക്ക് 2 ദിവസം മുമ്പ് തന്നെ അവരെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അവർക്കൊരു താമസ സൗകര്യവും ഒരുക്കി തന്നത് ടീച്ചറെയാണ്. അതിനുള്ള ആദ്യമായിട്ടുള്ള നന്ദി ടീച്ചർക്കും. ഇത്തരത്തിലെ നമ്മുടെ കുട്ടികളെ എങ്ങനെ ഉയർത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി മാഫിയയുടെ പുറകെയാണുള്ളത്. ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരം നല്ല ആരോഗ്യത്തോടുകൂടിയിരിക്കും. അവർ മറ്റൊന്നിൽ പോകില്ലാന്ന് 100% ഉറപ്പേക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഈ പിള്ളേരെ പല രീതിയിൽ നമ്മുടെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ സ്വിമ്മിങ് ആയിക്കോട്ടെ, ഓട്ടമായിക്കോട്ടെ, പടംവര ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും പിള്ളേരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മനസ്സിലേക്കറിയാം. കാരണം എന്തിനാണെങ്കിലും അവരെ തയ്യാറായിട്ട് നിൽക്കും. പക്ഷെ നമുക്കതിനൊരു സൗകര്യമാണ് ഇല്ലാത്തത്. ഇവിടെ ഓടിക്കളിച്ച് നടന്ന ഒരാളാണ് ഈ വോളിബോൾ പുറത്ത് വീഴുന്ന ഒരു ബോൾ കിട്ടാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ ഈ പുറത്തേക്ക് കയറാൻ കഴിയുമ്പോൾ കളിക്കാൻ ആൾക്കാരുണ്ടാകുന്ന ഒരു അവസരമാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഈ ചെറിയ പിള്ളേര് കളിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അവസരമാണ് കണ്ടു നിൽക്കാനും. കൂടാതെ ഒരു ആഗ്രഹം കൂടി ഞാൻ പറയാനുള്ള ശ്രമമുണ്ട്. ഞങ്ങൾക്ക് ഒരാളുടെ ആൾക്കാരെ പണിയിൽ വരുമ്പോൾ വൈകിട്ട് ഒരു ലൈഫ് തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു അവസരം, ഒരു ബ്ലഡ് ലൈറ്റ് ഞങ്ങൾക്ക് സൗകര്യപ്പെട്ടിട്ടാൽ നമുക്ക് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരു 7 പേര് ഞങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ആ കളികളോടൊരു കളിക്കാനുള്ള അവസരം കൂടി ബഹുമാന പ്രസിഡന്റിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് മുതിർന്ന സരായി വിജ്ഞാന വർദ്ധന സഭയ്ക്ക് എല്ലാവിധ ആശംസകളും. കൂടാതെ വളർത്തുന്ന പിള്ളേർക്ക് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ശരിക്കും വിനിയോഗിക്കണം. അതിനുവേണ്ടി രക്ഷിതാക്കളെ കുറച്ച് പണിയെടുക്കണം. കാരണം നമ്മളാണ് പ്രധാനമാണ്. അവരുടെ ഭക്ഷണം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യണം. മികച്ച കോച്ചുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവരുടെ കീഴിൽ കിട്ടിയ ശിക്ഷണം ശരിക്കും വിനിയോഗിക്കുക. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പ്രകാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനൊക്കെ രീതിയിലല്ല താമസിക്കുന്നില്ലെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് ഡീറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം എന്ത് ആവശ്യത്തിന് ചെന്നാലും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന എംഎൽഎയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ പോലും ക്രിക്കറ്റിനെ പറ്റി പറയുന്നത് YCC 1977 തുടങ്ങിയ ഒരു ക്ലബ്ബാണ്. അപ്പോൾ സഭ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് വന്നപ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ പിള്ളേരുടെ കളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അക്കാഡമി വരികയും അതിനുവേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് മാധ്യമം നന്ദി പറയുകയാണ്. അതൊരു ഞാനിത് കളിച്ചു തുടങ്ങിയത് 1989 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ കാലത്ത് ഒരു 10ാം ക്ലാസ് 11ാം ക്ലാസ്സിലാണ് ക്രിക്കറ്റ് കളി തുടങ്ങുന്നത് മോസ്റ്റ്ലി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു 5ാം ക്ലാസ് 4ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് തന്നെ കളിച്ചു തുടങ്ങും. ഇപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരോടൊപ്പം ഓരോ മാതാപിതാക്കളും എപ്പോഴും ഉണ്ടാകും കൂടെ. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. വീട്ടിലെ വഴക്കിട്ട് പറയാനൊക്കെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ക്രിക്കറ്റ് പ്രൊഫഷണലായിട്ട് എടുത്തതിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇപ്പം ജോലി എങ്കിൽ പോലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു രീതി കൂടിയാണ് ക്രിക്കറ്റിന്റെ പോകുന്നത്. അറിയാൻ IPL ഇപ്പൊ നമ്മുടെ പുത്തൂർ എന്ന് പറയുന്ന ഒരു കുട്ടി ഇവൻ സീനിയർ വ്യക്തി കേരള ടീമിൽ കളിക്കാനായിട്ട് IPL എത്തിയിരിക്കുന്നു. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരു ഇന്ത്യക്ക് വേണ്ടി കളിക്കാമെന്നുള്ള ഒരു കാര്യമാണ് പുത്തൂർ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു സഭ ഇങ്ങനെ ഒരു അക്കാഡമി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊക്കെ ഏരിയയിൽ നിന്ന് ഇനി ഇന്ത്യൻ കളിക്കാനുള്ള പ്ലേയേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പുതറിയുകയാണ്. സ്പോർട്സ് അക്കാഡമി ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വന്നത് എല്ലാവർക്കും നമ്മളൊരു കുട്ടികൾക്ക് സ്പോർട്സിനുള്ള അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ രീതിയിലായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് നയിച്ചത്. ഇപ്പോൾ വോളിബോൾ ആണെങ്കിലും അതുപോലെ തന്നെ ക്രിക്കറ്റ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബാഡ്മിന്റൺ, അതുപോലെ തന്നെ കരാട്ടെ, നീന്തൽ എല്ലാ പരിശീലനങ്ങളും നമ്മൾ അതിന്റെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ
നമ്മുടെ കുട്ടികൾക്ക് അറിയാം, നമ്മുടെ നാടിൻ്റെ ഒരു പോക്കും ഇതെല്ലാവരും നമ്മുടെ കുട്ടികളെ സ്പോർട്സിലേക്ക് തിരിച്ചുവിടേണ്ട ഏറ്റവും വലിയ ആവശ്യകത. നമ്മളെല്ലാവരും കളിച്ചു വളർന്നവരാണ്. പക്ഷേ ഇന്ന് എല്ലാ കുട്ടികളും ഒരു മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റിൻ്റെ വളരെയധികം ശ്രദ്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവരെ അതിൽ നിന്നും ഒരു കുട്ടി കിട്ടുക എന്ന് മാത്രമല്ല, അവർക്കൊരു കായികപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നമ്മൾ സ്പോർട്സ് അക്കാദമി ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇതിലേക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ എല്ലാവർക്കും ആദ്യമായി ഞാൻ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കെ കെ പരമേശ്വരൻ അവർക്ക് ഞാൻ നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിലാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുള്ള നമ്മുടെ ഈ ശ്രീ കെ കെ പരമേശ്വരൻ അവർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ശരിക്കും അദ്ദേഹം ഇപ്പോൾ നമ്മുടെ സഭയുടെ മെമ്പറാണെന്ന് ഞാൻ സംശയമുണ്ട്. കാരണം നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ നിന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും അപ്പോൾ നൽകുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎ. അദ്ദേഹത്തിന് ഞാൻ ദിവസഭയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ സദസ്സിന് പേരിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സെക്രട്ടറി ചെമ്മുമാൻ, അതുപോലെ തന്നെ ദേവസ്വം മാനേജർ മാനേജർമാരായിട്ടുള്ള ആണ്ടവൻ പൂച്ചേരി, അതുപോലെ തന്നെ അജയൻ, നമ്മുടെ PDM പ്രസിഡന്റുമാരായിട്ടുള്ള ഭീഷ്മ, നയന, അരുൺ, പിന്നെ നമ്മുടെ സംഗീത അക്കാദമി സെക്രട്ടറി ആയിട്ടുള്ള PDM സെക്രട്ടറി ആയിട്ടുള്ള ശ്രീജ, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകർ, നമ്മുടെ സ്കൂളിലെ അധ്യാപകരായിട്ടുള്ള അനുഭവം ടീച്ചർ, അതുപോലെ തന്നെ ഗിരീഷ് സാർ, ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും വാഗ്ദാനങ്ങളും വന്നിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനൊക്കെ രീതിയിലല്ല താമസിക്കുന്നില്ലെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് DPOയിലാണ്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം, എന്ത് ആവശ്യത്തിന് ചെന്നാലും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന എംഎൽഎയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ പോലും ക്രിക്കറ്റിനെ പറ്റി പറയുന്നത് YCC 1977 തുടങ്ങിയ ഒരു ക്ലബ്ബാണ്. അപ്പോൾ സഭ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് വന്നപ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ പിള്ളേരുടെ കളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നതായിട്ട് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അക്കാദമി വരികയും അതിനുവേണ്ടി ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് മാത്രമേ നന്ദി പറയുകയാണ്. അതൊരു ഞാനിത് കളിച്ചു തുടങ്ങുന്നത് 1989 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ കാലത്ത് ഒരു 10ാം ക്ലാസ് 11ാം ക്ലാസ്സിലാണ് ക്രിക്കറ്റ് കളി തുടങ്ങുന്നതാണ് മോസ്റ്റ്ലി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു 5ാം ക്ലാസ് 4ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് തന്നെ കളിച്ചു തുടങ്ങും. ഇപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ ഒപ്പം ഓരോ മാതാപിതാക്കളും എപ്പോഴും ഉണ്ടാകും കൂടെ. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നില്ല, വീട്ടിലെ വഴക്കിട്ട് പറയാനൊക്കെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ക്രിക്കറ്റ് പ്രൊഫഷണലായിട്ട് എടുത്തതിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ജോലി ഇല്ലെങ്കിൽ പോലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ക്രിക്കറ്റിന്റെ പോകുന്നത്. നമുക്കറിയാം IPL ഇപ്പൊ നമ്മുടെ പുത്തൂർ എന്ന് പറയുന്ന ഒരു കുട്ടി ഇവൻ സീനിയർ റേഞ്ചിൽ കേരള ടീമിൽ കളിക്കാനായിട്ട് IPL എത്തിയിരിക്കുന്നു. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരു ഇന്ത്യക്ക് വേണ്ടി കളിക്കാമെന്നുള്ള ഒരു കാര്യമാണ് പുത്തൂർ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു സഭ ഇങ്ങനെ ഒരു അക്കാദമി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊക്കെ ഏരിയയിൽ നിന്ന് ഇനി ഇന്ത്യൻ കളിക്കാനുള്ള പ്ലേയേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. എൻ്റെ പേര് സിന്ധു ജയൻ. ഞാൻ മുൻ KCB വോളിബോൾ പ്ലെയറാണ്, സ്റ്റേറ്റ് പ്ലെയറാണ്. 8 വർഷം സീനിയർ നാഷണൽസ് ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ നായരമ്പലത്തു നിന്നാണ് ഞാൻ കളിച്ച് വളർന്നു വന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ സാറിൻ്റെ നിലപാട് പ്രായത്തിൻ്റെ ഇതുമായി സാർ അവിടെ വോളിബോൾ നിർത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അങ്ങനെ വീട്ടിലിരുന്നപ്പോഴാണ് ഒരു ഇത് വരുന്നത്. ചെറായി അമ്പലത്തിൻ്റെ ഇവിടുത്തെ സഭയോടൊന്ന് ആലോചിച്ച് ഒരു വോളിബോൾ ക്യാമ്പ് തുടങ്ങിയാലോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഇവരെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ താല്പര്യപ്രകാരമാണ് ഞാനിപ്പോൾ ഇവിടെ കുറേ പിള്ളേർക്ക് പരിശീലനം കൊടുക്കാൻ തീരുമാനിച്ചത്.
അപ്പോൾ ഇതിൽ നിന്ന് കുറേ പിള്ളേർ വോളിബോളിലാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഉയരങ്ങളിലെത്തട്ടെ. അത് വിദ്യാഭ്യാസമാണെങ്കിലും അവർക്ക് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നല്ലൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ ഈ കായിക മേഖലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിവിടെ തുടങ്ങാനൊരു താല്പര്യം ഉദിച്ചത്. അതിന് ഭാഗമായി എൻ്റെ മക്കളാണെങ്കിലും ശരിയാണ്, വോളിബോൾ കളിച്ച് ഇപ്പോൾ ഒരാൾ റെയിൽവേയിൽ ജോലിക്ക് കയറിയതാണ്. അവൾ യൂണിവേഴ്സിറ്റി 3 ഇയർ കളിച്ച് യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി വിന്നറായ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ മകളാണെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ 10th പഠിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ കുറേ പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാൻ കിട്ടിയ അവസരം ഞാൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഷൈജ രാജേഷ്, കരാട്ടെ ട്രെയിനറാണ്. ഒരു 91 തൊട്ട് ഞാൻ കരാട്ടെ പരിശീലിക്കുന്നുണ്ട്. ഇപ്പോൾ വൈപ്പിൻകരയുള്ള ഒട്ടുമിക്ക നമ്മുടെ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിലേക്കൊക്കെ കുട്ടികളെ കരാട്ടെ ട്രെയിൻ ചെയ്യിക്കുന്നതാണ്. ഇന്നത്തെ സാഹചര്യങ്ങൾ കരാട്ടെ കുട്ടികൾ അത്യാവശ്യം പഠിക്കേണ്ടതാണല്ലോ. അപ്പോൾ കുട്ടികളെ കരാട്ടെ സ്ഥിരമായിട്ടുള്ള പരിശീലനത്തിലൂടെ അവരെ ആരോഗ്യവും മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തി അവരെ നല്ല കോൺഫിഡൻസ് ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ കരാട്ടെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ BB സഭയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്പോർട്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു.